ഹായ്. പാട്രിയറ്റ് എന്ന മൾട്ടി സ്റ്റാർ ചിത്രം അതിന്റെ 5 ദിവസങ്ങൾ പൂർത്തിയാക്കി 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ ഗംഭീര കളക്ഷൻ നേടിയ സിനിമ പിന്നീട് താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച. ഫസ്റ്റ് 28 കോടിക്ക് മുകളിൽ നേടിയ സിനിമ 2ാം ദിവസമായപ്പോൾ അത് 18 കോടിയായി മാറി. 3ാം ദിവസം അത് 14 കോടിക്ക് താഴെയായി. 4ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച വെറും 3 കോടി 20 ലക്ഷമായി മാറി. അതായത് വേൾഡ് വൈഡ് കളക്ഷന്റെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ ചൊവ്വാഴ്ച 5ാം ദിവസം സിനിമയുടെ കളക്ഷൻ പിന്നെയും താഴേക്ക് പോയി. ഏകദേശം 2.5 കോടിയോളമാണ് വേൾഡ് വൈഡ് കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ 1 കോടി 60 ലക്ഷത്തിൽ താഴെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ മൊത്തം കേരളത്തിൽ നേടിയെടുത്ത കളക്ഷൻ 1 കോടി 60 ലക്ഷത്തിൽ താഴെയാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള കളക്ഷൻ വരും മണിക്കൂറിലേ വരികയുള്ളൂ. ആ സമയത്ത് നമുക്ക് വീഡിയോ ആയി ചെയ്യാം. ഇപ്പോൾ പാട്രിയറ്റ് എന്ന സിനിമ എന്തുകൊണ്ട് തിയേറ്ററുകളിൽ കാലിടറുന്നു എന്നുള്ള കാര്യം പല ആൾക്കാരും പറയുന്നുണ്ട്. മഹേഷ് നാരായണനും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ ക്യാരക്ടറിന് സംഭവിക്കുന്ന ആ കാര്യമാണ്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല എന്നുള്ളതാണ്. തീർച്ചയായും സിനിമ കണ്ടവർക്ക് കൃത്യമായി അറിയാം എന്താണ് എന്നുള്ളത്. സിനിമ കാണാത്തവർ ഇനിയുള്ള ഭാഗം കേൾക്കണമെന്നില്ല. മോഹൻലാലിന്റെ ക്യാരക്ടർ മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടമായില്ല. മോഹൻലാൽ ഫാൻസ് മോഹൻലാലിനെ ഒരു മാസ് ഹീറോ ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹം മുണ്ടുമടക്കി മീശ പിരിച്ച് ആ രീതിയിലാണ് പ്രേക്ഷകർ മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സാധാരണക്കാരനായി മോഹൻലാലിനെ കാണാൻ ഇവർക്ക് താല്പര്യമില്ല എന്നുള്ള തരത്തിൽ. അതായത് ഈ സിനിമ വീണതിനുള്ള പ്രധാനപ്പെട്ട കാരണം മോഹൻലാൽ ഫാൻസ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മോഹൻലാൽ സാധാരണക്കാരനായി അഭിനയിച്ച ഒരുപാട് സിനിമകൾ ഇവിടെ വലിയ വിജയമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ് ഹീറോ ആയിട്ടുള്ള സിനിമകളും വിജയമായി മാറിയിട്ടുണ്ട്. പാട്രിയറ്റ് എന്ന സിനിമയിൽ മോഹൻലാൽ മരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മോഹൻലാലിന് മികച്ച റോൾ അത് മഹേഷ് നാരായണൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. മോഹൻലാൽ വന്നതിന് ശേഷം ബാക്കി എല്ലാവരും സൈഡായി പോയി എന്നുള്ളത് പടം കണ്ട ഓരോ വ്യക്തികൾക്കും മനസ്സിലാവും. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. തുടക്കം മുതൽ തന്നെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം മമ്മൂട്ടിയുടേതായിരുന്നു. മോഹൻലാൽ ഇന്റർവെല്ലിന് ശേഷമാണ് വരുന്നത്. മോഹൻലാൽ വന്നതിന് ശേഷം സിനിമയിലുള്ള ഓരോ വ്യക്തികളും സൈഡായി മാറി. അതായത് നായകനായ മമ്മൂട്ടി പോലും മോഹൻലാൽ വന്നതിന് ശേഷം സൈഡായി പോയി എന്നുള്ളതാണ്. പാട്രിയറ്റ് എന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയ കഥാപാത്രം അത് മോഹൻലാലിന്റെ കഥാപാത്രം തന്നെയാണ്. മോഹൻലാലിനെ കാണിക്കുന്നത് മുതൽ മോഹൻലാലിന്റെ അവസാന സീൻ വരെയും തിയേറ്ററുകളിൽ കയ്യടിയായിരുന്നു. അതിനുശേഷം ഫുൾ നിശബ്ദതയായിരുന്നു. എന്താണ് അതിനുള്ള കാരണം? മോഹൻലാൽ മരിച്ചതുകൊണ്ടാണോ ഇത്രയും വലിയ പ്രശ്നം? ആ ക്യാരക്ടർ മരിച്ചതുകൊണ്ട് പ്രേക്ഷകർ ഇരു കൈ നീട്ടിയെ സ്വീകരിക്കൂ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് എടുത്തു വച്ച രീതി വളരെ ബോറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പടം കണ്ടപ്പോഴും എനിക്കും അത് തന്നെയാണ് തോന്നിയത്. സിനിമ മോശമായതുകൊണ്ടല്ല, ആ സംഭവം എടുത്തു വച്ച രീതി, മോഹൻലാലിന്റെ മരണം എടുത്തു വച്ച രീതി വളരെ ബോറായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമായില്ല. ആ ക്യാരക്ടർ മരിക്കുന്നതല്ല പ്രശ്നം, അത് എടുത്തു വച്ച രീതിയാണ് പ്രശ്നം. അവിടെയാണ് മഹേഷ് നാരായണന് പാളിപ്പോയത്. അതിനുശേഷമുള്ള രംഗങ്ങളെല്ലാം വൻ പരാജയമായിരുന്നു. എന്തിന്? മമ്മൂട്ടി ഫഹദ് ചാക്കോച്ചൻ ഫൈറ്റ്, അതെല്ലാം വൻ ദുരന്തമായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും വലിയ സുഹൃത്തുക്കളായിട്ടാണ് കാണിക്കുന്നത്. അത്രമേൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മോഹൻലാൽ മരിച്ചതിന് ശേഷമുള്ള മമ്മൂട്ടിയുടെ മുഖഭാവം സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി. അതായത് മമ്മൂട്ടിയുടെ സെന്റിമെന്റ്സ് കണ്ടിട്ടല്ല, ആ ഒരു സ്നേഹം മമ്മൂട്ടിയുടെ മുഖത്ത് കാണുന്നില്ല ആ സമയത്ത്. അത് മഹേഷ് നാരായണന്റെ പ്രശ്നമാണ്. അതെല്ലാം കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ, മോഹൻലാലിന്റെ മരണം ഉൾപ്പെടെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഉൾപ്പെടെ അതിനുശേഷമുള്ള ക്ലൈമാക്സ് എല്ലാം ഗംഭീരമായി മഹേഷ് നാരായണൻ എടുത്തു വെച്ചിരുന്നുവെങ്കിൽ സിനിമയുടെ കളക്ഷൻ വേറെ ലെവലായേനെ. സിനിമ ഗംഭീരമായി പ്രേക്ഷകർക്ക് ഇഷ്ടമായേനെ. അവിടെ മഹേഷ് നാരായണന് പാളിപ്പോയി. പിന്നെ പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഇതുവരെ വരാത്ത കഥയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സിനിമയുടെ കണ്ടന്റ് ബെസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇത്തരം കഥകൾ ഒരുപാട് വന്നിട്ടുണ്ട് തമിഴിലെല്ലാം. അപ്പോൾ സിനിമ പാളിപ്പോയിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ എല്ലാം മോഹൻലാൽ ഫാൻസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട ഒരു കാര്യമില്ല. മോഹൻലാൽ മാസ് ഹീറോ ആവണം എന്നൊന്നുമില്ല. ഏതു തരത്തിലും മോഹൻലാലിനെ ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് സാധിക്കും. പക്ഷെ അത് നല്ല രീതിയിൽ എടുത്തു വെക്കണം എന്ന് മാത്രം. അപ്പോൾ 5 ദിവസം പൂർത്തിയായിട്ടും സിനിമയുടെ കളക്ഷൻ 70 കോടിയിൽ എത്തിയിട്ടില്ല. ഇന്നത്തെ കളക്ഷനോടുകൂടി 70 കോടി എത്തും എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കളക്ഷനോടുകൂടി 69 കോടി ടച്ച് ചെയ്യാനേ സാധിക്കൂ. 70 കോടിയിലെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.